ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തു. പക്ഷേ അതിന് വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസും അതിന് കുറേ കമൻസും എനിക്ക് വരാറുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളത് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കമൻസ് ഇടുന്നവരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു വളരെയധികം പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ ഞാൻ കാണുന്ന മിക്ക ആൾക്കാരും. അപ്പം അവരോടായിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഈ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതാവുമോ. അതായത് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതൽ ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ എല്ലാ സമയത്തും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺസ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഈ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസിനെ അത് നേരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. ഇതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് കേട്ടോ ഞാനത് പറയുന്നത്. കാരണം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിൻ്റെ സമയത്തും സെക്കൻഡ് പ്രഗ്നൻസിൻ്റെ സമയത്തും എനിക്ക് ഈ സെയിം സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് ഒരു 5 months ഒക്കെ എടുത്തിട്ടാണ് ആദ്യത്തെ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയത്. കാരണം ഞാൻ ഓവുലേഷനെ കുറിച്ചൊക്കെ പഠിച്ചു വരണമായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും ഞാൻ അങ്ങനെ ഫസ്റ്റ് മന്ത് പഠിച്ചു, സെക്കൻഡ് മന്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്ന ഈ ക്യൂരിയോസിറ്റിയാണ്. അതായത് ഫുൾ ടൈം ഞാനിങ്ങനെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, അതിന് ശേഷം എത്ര ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ ഇംപ്ലാന്റേഷൻ നടക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ ഞാനിങ്ങനെ വളരെ സാധാരണ നോർമൽ ലൈഫിൽ നിന്ന് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നു, ഡാൻസ് കളിക്കില്ല, നടക്കില്ല, ഓടില്ല, വണ്ടി ഓടിക്കില്ല, ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫുൾ ടൈം ഞാൻ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചിട്ട് ഒരു സ്ട്രെസ്ഫുൾ ആയിരുന്നു ആ സമയത്ത് എൻ്റെ ലൈഫ്. അങ്ങനെ ഒരു 4 മന്തൊക്കെ ട്രൈ ചെയ്തിട്ട് ആവാത്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിലായി എൻ്റെ ചിന്താഗതി. അതിനുശേഷം ഞാനങ്ങനെ ചിന്തിച്ച പിറ്റേ മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. സെയിം സാധനമാണ് എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുള്ളത്. സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ ആദ്യത്തെ ഇത് 4ാമത്തെ മാസമാണ് ട്രൈ ചെയ്തിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം ആദ്യത്തെ 2-3 മാസം ഞാൻ ഇതേപോലെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അതായത് ആവുന്നില്ലല്ലോ, ആവുമോ ഫുൾ ഡേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആയില്ല, രാത്രി ഉറക്കം പോലും ഇല്ലാത്ത പല ഡേയ്സും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനതിനൊരു ഫ്രീ ആയിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ള സിറ്റുവേഷനിൽ വിട്ട സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അന്ന് അതുവരെ ഞാൻ വണ്ടിയൊന്നും ഓടിക്കില്ല. വണ്ടി ഓടിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഓടിക്കുക, കുഴിയിലൊന്നും ചാടിക്കില്ല. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് കേട്ടോ. പക്ഷേ ആ ഒരു മന്ത് എനിക്കിഷ്ടമുള്ള പോലെ വണ്ടി ഓടിച്ചു, എനിക്കിഷ്ടമുള്ള പണിയൊക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ മുറ്റം മൊത്തം കഴുകി അടിച്ചു വാരിയ എൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത് തന്നെ. അപ്പം ആ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം എല്ലാ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.